ഊട്ടിയിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ ലാംസ് റോക്ക് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളുടെ യാത്ര. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. കൂനൂർ വഴിയാണ് ഇങ്ങോട്ടുള്ള യാത്ര. കൂനൂരിൽ നിന്ന് ലാംസ് റോക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ കാണുന്നതാണ് കൂനൂർ വ്യൂ പോയിന്റ്. അവരുടേതായ കോസ്റ്റ്യൂം അണിഞ്ഞ് ഫോട്ടോസ് എടുത്തു തരുവാൻ ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു കാടിൻ്റെ ഉള്ളിലൂടെ എന്നോണം നമ്മുടെ യാത്ര. കോട മൂടിയ പ്രകൃതിയും അതിമനോഹരമാണ്. ചില സമയത്ത് റോഡ് തന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേളടി കൺമണി പാടകൻ സംഗതി നീ ഇതൈ കേൾപ്പതാൽ നെഞ്ചിലോ നിമ്മതി. നാൾ മുഴുതും പാർവയിൽ ഞാനെഴുതും ഓർ കഥയെ ഉനക്കെന്നെ ഞാൻ കൂറേ. കേളടി കൺമണി പാടകൻ സംഗതി എന്നാളും താനേ തേനിരുന്നാവത് പിറക്കാതെ ഞാൻ പാടും തിരൈ പാടൽ താൻ. ഇന്നാളിൽ താനേ താനിസൈത്തേനമ്മ എനക്കാകെ ഞാൻ പാടും മുതൽ പാടൽ താൻ. കാണൽ നീരാൽ തീരാത്ത ഭാഗം ഗംഗൈ നീരാൽ തീർത്തതടി. ഞാൻ പോട്ട പൂമാலை மனம் சேர்க்கவில்லை நீதானே எனக்காக மடல் பூத்த முல்லை. கேளடி கண்மணி പാടകൻ സംഗതി നീ ഇതൈ കേൾപ്പതാൽ നെഞ്ചിലോ നിമ്മതി. പോകുന്ന വഴിക്ക് ലാംസ് റോക്ക് എന്ന് വിളിച്ച് പറഞ്ഞ് നമ്മെ അവർ വിളിക്കാൻ ആളുകൾ അവിടെ ഉണ്ട് ഒരുപാട്. എന്നിട്ട് അവർ നമ്മളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് ലാംസ് റോക്ക് എന്നും പറഞ്ഞ് നമ്മളെ അവർ പറ്റിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, നമ്മൾ ബോർഡ് നോക്കി തന്നെ മുന്നോട്ട് പോവുക. ഏത് വാഹനവും കൊണ്ട് നമുക്ക് ഈ പോയിന്റിലേക്ക് നമുക്ക് പോരാം. അവിടെ നിന്ന് ആളുകൾ നമ്മൾ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ അവിടെ ജീപ്പുകാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അവർ പറയും ഈ വണ്ടിയൊന്നും അങ്ങോട്ട് പോവില്ല, നമ്മളത് അവർ പറ്റിക്കുന്നതാണ്. നമുക്ക് ഏത് ചെറിയ വണ്ടി ആയാലും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഇതേപോലെ ഒരു 3 കൂടി ജംഗ്ഷൻ എത്തും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നിന്ന് വണ്ടി യൂ ടേൺ അടിച്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിർത്തി കൊടുക്കണം. കാരണം ഇത് ഭയങ്കര ഒരു ഒടിവളവാണ്. ഇവിടെ നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. മഞ്ഞും മധുമാരിയും
തൂകും വെൺമേഘമേ നളിനവനം പോകി മെല്ലെ മറയും ഹംസമേ അറിയില്ലേ എന്നെ മറന്നുവോ നീ തരികില്ലേ അല്ലി മലരിനെ നീ മഞ്ഞും മധുമാരിയും തൂകും വെൺമേഘമേ നളിനവനം പോകി മെല്ലെ മറയും ഹംസമേ. ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. മുന്നിൽ പോകുന്ന വാഹനവും ഓപ്പോസിറ്റ് വരുന്ന വാഹനവും കാണാൻ കഴിയില്ല. പോകുന്ന വഴി നമുക്ക് കാർ ഫീ ഉണ്ട്, ഒരു 20 രൂപ അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാടിൻ്റെ ഒരു പ്രകൃതിയിൽ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമൊന്നുമില്ല. നമുക്കവിടെ എവിടെയെങ്കിലും നമ്മളെ റോഡിൻ്റെ സൈഡിൽ തന്നെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണം. ഈ കാണുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ 30 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ ആ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പുകൾ കയറി തന്നെ മുകളിലോട്ട് പോകണം. மேலே நல்லா இருக்கும். 3 எவ்வளோ? 90 சார். 90 3 10 ரூபா வரும்போது தான் வாங்க முடியும். ஏன்னா சேஞ்ச் இல்லைங்க சார். 10 രൂപ തന്നാൽ 20 തരുമോ? அதுதான் சுத்தமாக சேஞ்ச் இல்லை. വരുമ്പോൾ തന്നാൽ മതി, പ്രശ്നമില്ല. வரும்போது வாங்கிருங்க, அது சேஞ்ச் ஆகிடும் சார். സാർ സാർ 10 ரூபா எழுதியிருக்கேன், வரும்போது வாங்கிக்கலாம். റൂൾ പെൻസിലാ മാഞ്ഞു പോകുമ്പോ வாங்கிச்சு போகாதுங்க சார். கொடுங்க. ஓகேங்களா? ടിക്കറ്റ് കൗണ്ടറിൻ്റെ ബാക്ക് ഭാഗത്ത് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു ഏരിയയാണ്. പക്ഷെ എന്താ ചെയ്യുക, നല്ല മഞ്ഞുകൊണ്ട് മൂടിപ്പൊതച്ച് നിൽക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകളൊന്നും അങ്ങോട്ട് കാണാൻ കഴിയണില്ല. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറുകയാണ്. ഇതാണ് ലാംസ് റോക്ക് വ്യൂ പോയിൻ്റ്. ഇതിന് 2 വ്യൂ പോയിൻറ്റ്സുകളുണ്ട്. അതിൽ ഒന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതും പിന്നെ പടി കയറി മുകളിലോട്ട് പോകുന്നത്. നമുക്കാദ്യം നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ഒന്ന് കാണാം. കാണാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നതിൻ്റെ പേരിൽ ഒരു രക്ഷയില്ല കാണാനായിട്ട്. നമ്മളെ കണ്ണുകൊണ്ട് പോലും നമുക്ക് കാഴ്ചകൾ, അപ്പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത രീതിയിൽ മഞ്ഞ് കൊണ്ട് മൂടി പൊതച്ചിരിക്കുകയാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ രക്ഷയില്ല, നല്ല മഞ്ഞ് തന്നെയാണ്. ഈ പടികൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാറ തന്നെ നിരത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പടികൾ ഉണ്ടാക്കിയേക്കണത്. അതുകൊണ്ട് കയറുമ്പോഴൊക്കെ നല്ലോണം ഒന്ന് കെയർഫുള്ളായിട്ടൊന്ന് കയറാൻ ശ്രമിക്കുക. ചിലപ്പോൾ വഴുക്കലുണ്ടാവും, ഈ മഞ്ഞ് തുള്ളികളൊക്കെ വീണിട്ടുള്ളൊരു ചെറിയ വഴുക്കലുണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം മുകളിലോട്ട് കയറാൻ. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമുട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ
മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണമാനുകളും പാടും കിളിയുമില്ലാതെ നീ ഇന്നേകനായി എന്തിനെ മുന്നിൽ വന്നു പനി നീർമണം തൂറുവാൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനെന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.